അടുത്തത് മകം പൂരം ഉത്രത്തിൽ കാലം ചേരുന്ന ചിങ്ങരാശിയാണ്. അതിലിവിടെ ഉള്ളത് എനിക്ക് തോന്നുന്നു അനാമിക അല്ലേ? ചിങ്ങരാശിയിൽ അനാമികയെ എല്ലാ കാര്യങ്ങളും ഭംഗിയോടുകൂടി ചെയ്തു കൊടുക്കുന്നതിന് ഉള്ളൊരു ചാരുത നിങ്ങളെ സംബന്ധിച്ച് ഉണ്ട്. പക്ഷേ അതൊക്കെ ചെയ്യുമ്പോഴും ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് മൂലം ടൈം കളയുന്ന ഒരു പ്രവണതയുണ്ട്. അതുകൊണ്ട് അത്തരം ചിന്താഗതികൾ, സ്വഭാവ രീതികൾ ഒന്ന് മാറ്റണം. പ്രാധാന്യം കൊടുക്കരുതെന്നല്ല, നമ്മൾ സമയത്ത് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ പലപ്പോഴും സമയത്ത് ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അത് മാറ്റാൻ ഈ വർഷം ഒന്ന് ശ്രമിക്കുന്നത് നല്ലതാണ്. മാത്രമല്ല, ബലം പ്രയോഗിച്ചൊരു കാര്യം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ ആ കാര്യം ചെയ്യാതെ മാറുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ സ്നേഹം കൊണ്ട് അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ കഴിവതും അത്തരം കാര്യങ്ങളിൽ ഒന്ന് ഇടപെടുന്നത് ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ്. ഞാൻ പണ്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതായത് ഒരു കുട്ടി ഇങ്ങനെ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് അമ്പലത്തിൽ പോയി. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ പൊതുവെ വീടുകളിൽ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പീരീഡ്സ് ആവുമ്പോൾ അമ്പലത്തിൽ പോകരുത്, പൂജാമുറിയിൽ നിൽക്കരുത്, പുറത്ത് വരെ നിൽക്കരുത് എന്നൊക്കെ പറയാനും കേട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കോളേജിലായാലും ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ചോദിക്കും, എന്താ ഇങ്ങനെ പീരീഡ്സ് ആയിട്ട് പോകാൻ പറ്റാത്തത്, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അതെന്താ അങ്ങനെ? അമ്പലം എന്ന് പറയുന്നത്, ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് പബ്ലിക് പ്രോപ്പർട്ടി ആണോ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? പബ്ലിക് പ്രോപ്പർട്ടി അല്ല. ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ആരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി? വിശ്വാസികളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി. ക്ഷേത്രം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്. വിശ്വാസമുള്ളവർ മാത്രം അവിടെ ചെന്നാൽ മതി. അത് പബ്ലിക് അല്ല. പബ്ലിക് പ്രോപ്പർട്ടിയിൽ ആർക്കും കയറി അവരുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാം. പക്ഷേ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ എപ്പോഴും അതിൻ്റെതായ ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും, അതിൻ്റെതായ ഒരു നിയമം ഉണ്ടാകും. ആ നിയമം പാലിക്കുന്നവർ അങ്ങോട്ട് ചെന്നാൽ മതി. ക്ഷേത്രത്തിലെ നിയമം പീരീഡ്സ് ഉള്ള സമയത്ത് അവിടെ കയറരുത് എന്നാണെങ്കിൽ നമ്മൾ ആ നിയമം പാലിക്കുന്നെങ്കിൽ മാത്രം നമ്മൾ അങ്ങോട്ട് ചെന്നാൽ മതി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ പീരീഡ്സിൽ അമ്പലത്തിൽ പോകരുത് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനിപ്പോൾ പലതരത്തിലുള്ള വിവർത്തനങ്ങളും ഒക്കെ പലരും പറയുന്നുണ്ടാവും. പ്രത്യേകിച്ച് നിങ്ങളോട് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിദ്യാഭ്യാസം വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്, നിങ്ങൾക്കറിയാം പറയുന്നത് തെറ്റാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പലപ്പോഴും നമുക്കറിയാലോ, പണ്ട് ക്ഷേത്രങ്ങളിൽ പോകണമെങ്കിൽ ഒരുപാട് യാത്രകളൊക്കെ ചെയ്ത് വനത്തിലൂടെയൊക്കെ പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്ത് സ്ത്രീകളെ സംബന്ധിച്ച് ഈ സമയത്ത് ഒരുപാട് ആയാസകരമായ ജോലികൾ ചെയ്യരുത് എന്ന് അവരെ ബഹുമാനിക്കുന്ന, അവരുടെ ആർത്തവത്തെ ബഹുമാനിക്കുന്ന ഒരു പഴയ തലമുറ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ആ സമയത്ത് ഇത്രയും ദൂരെ യാത്ര ചെയ്ത് അവരുടെ ആരോഗ്യപരമായി അവർ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് സ്ത്രീകളോടുള്ള, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഏജിലുള്ള സ്ത്രീകളോടുള്ളൊരു ബഹുമാനം സൂക്ഷിച്ചൊരു കാര്യമായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത്. അല്ലാതെ ആർത്തവമുള്ള സമയത്ത് സ്ത്രീകൾ മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ, സ്ത്രീകൾ പൂജാരികളായിട്ടുള്ള ക്ഷേത്രങ്ങൾ നമുക്കിവിടെയുണ്ട്. മാത്രമല്ല, ആർത്തവത്തെയൊക്കെ ഭയങ്കര പണ്ടൊക്കെ, ഇപ്പം നിങ്ങൾക്ക് അറിവുണ്ടോ എന്ന് എനിക്കറിയില്ല, വലിയ തോതിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു കാലയളവൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് ഇപ്പോൾ എനിക്ക് ആർത്തവത്തിന് അവധി കൊടുക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ ചർച്ചകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ ബഹുമാനിക്കുന്നത് കൊണ്ട് പറയുന്ന ഒരു കാര്യത്തെ തെറ്റായിട്ട് എടുക്കണ്ട. പിന്നെ ക്ഷേത്രത്തിൽ ചെക്ക് ചെയ്യാൻ മെഷീൻ ഇല്ലാത്തത്തോളം അത് കയറിയിട്ട് ഞാൻ വലിയ സംഭവം ചെയ്തു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല.